Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ ദുറൂസ് അറബി മലയാളം എഴുത്ത് പരീക്ഷയുടെ 2ാമത്തെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ചിത്രം നോക്കി അറബി മലയാളത്തിൽ എഴുതാം എന്നാണ്. ചിത്രം നോക്കിയിട്ട് അറബി മലയാളത്തിൽ എഴുതാനാണ്. 4 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. മരം, വള, ഭരണി, മഴു, അതൊക്കെയാണ് ചിത്രങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ഫസ്റ്റത്തെ ഒന്നാമത്തത് മരം എന്നാണ്. മര, പിന്നെ അപ്പോൾ അത് എഴുതാം. മരം, അങ്ങനെ എഴുതാം. സിമ്പിളാണ്. അതിൽ ര എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അടിയിൽ പുള്ളിട്ടിക്കണോ ഇല്ല എന്നുള്ളത്. രണ്ടാമത്തത് വളയാണ്. വള, അതാണ് രണ്ടാമത്തത്. ള എന്നുള്ളതിന് അടിയിലും മുകളിലും പുള്ളി വേണമെന്നുള്ളത് ശ്രദ്ധിക്കുക. വള. അപ്പോൾ രണ്ടാമത്തതായി. മൂന്നാമത്തത് ഭരണി എന്നാണ്. ഭരണി, അതിൽ ഭ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സാധാരണ ഈ ഹ ഇടാതെയാണ് അധികം കുട്ടികൾ എഴുതുക. അപ്പോൾ തെറ്റാണ്, അക്ഷരം മാറും. ഭരണി, ഭരണി. നീ എന്നുള്ളതിന് അടിയിലും മുകളിലും പുള്ളി വേണം, അത് മനസ്സിലാക്കുക. പിന്നെ നാലാമത്തത് മഴു ആണ്. മഴുവിലെ ഴു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മഴു, അടിയിൽ 3 പുള്ളി വേണം. അടിയിൽ നിന്നല്ല, മുകളിൽ 3 പുള്ളി വേണം. അപ്പോഴാണ് ഴ എന്നൊക്കെ ആവുക. ലൊമ്മിട്ടാൽ മഴു എന്നായി. അപ്പോൾ ഒന്നാമത്തത് മരം എന്നാണ്. മരം. രണ്ടാമത്തത് വള എന്നാണ്. വള. മൂന്നാമത്തത് ഭരണി എന്നാണ്. ഈ ഹ ഇട്ടിട്ടില്ലെങ്കിൽ എന്തായി? ഈ അക്ഷരമായി മാറും, ഈ ബായി മാറും. അതല്ലല്ലോ, അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ മഴു എന്നുള്ളത് സിമ്പിളാണ്. മഴു. അങ്ങനെയൊക്കെ നമുക്കത് എഴുതാം. ഞാൻ മലയാളം എഴുതുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനാണ്. രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി തിരിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തേത് പദങ്ങൾ നോക്കി എഴുതാം എന്നാണ്. പദങ്ങൾ നോക്കി എഴുതാം. ഇവിടെ ഒരു 5 പദങ്ങളുണ്ടല്ലേ. കഥനം, പഠനം, ഗജനാവ്, പൊങ്ങച്ചം പാടില്ല, നടന്നുകൊണ്ട് കുടിക്കരുത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതുക. നോക്കിയിട്ട് എഴുതുമ്പോഴും വായിച്ച് പെട്ടെന്ന് എഴുതരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളി, അതേപോലെ ഹ ഒക്കെ ഉണ്ടോ ഇല്ലേ, ഇട്ടിക്കണോ ഇല്ലേ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ കഥനം എന്നാണ്. അപ്പോൾ ഈ ക കഴിഞ്ഞിട്ടുള്ള ത കഴിഞ്ഞിട്ട് ഹ ഉണ്ട്, അപ്പോഴാണത് കറക്റ്റ് ആവുള്ളൂ, കഥനം ആവുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അതാണ്, കഥനം. അത് കഴിഞ്ഞു. ഇനി 2 പഠനം എന്നാണ്. അതും അങ്ങനെ തന്നെ. ഡ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഹ ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ചിലപ്പം കുട്ടികളൊന്നും അത് എഴുതാകാതെ വരാറുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പഠനം. ഇപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി 3 ഗജനാവ് എന്നാണ്. ഗജനാവ് എഴുതുമ്പോൾ അവിടെ കാൻ്റെ അവിടെ ഒരു വരയും കൂടി വേണം, എന്നിട്ടാണ് ഫത്തഹ് ഇടാൻ. ഗജനാവ്. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. ഗജനാവ്, അങ്ങനെ എഴുതാം. അപ്പോൾ അത് എഴുതി. നാലാമത്തത് പൊങ്ങച്ചം പാടില്ല എന്നാണ്. പൊങ്ങ, അത് ശ്രദ്ധിക്കുക. പൊങ്ങച്ചം പാടില്ല. ഇപ്പോൾ പിന്നെ എന്ന് എഴുതുമ്പോൾ അടിയിലും മുകളിലും പുള്ളി വേണം, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ച, പൊങ്ങച്ച, അടിയിൽ 3 പുള്ളി വേണം. പൊങ്ങച്ചം. പ എന്നുള്ളതിന് 3 പുള്ളി വേണം, ഒക്കെ ശ്രദ്ധിക്കുക. ഡി, അടിയിലാണ് പുള്ളി. പിന്നെ ല, പൊങ്ങച്ചം പാടില്ല. അടുത്ത നടന്നുകൊണ്ട് കുടിക്കരുത് എന്നാണ്. ഇപ്പോൾ പൊങ്ങച്ചം പാടില്ല നാലാമത്തത്. അഞ്ചാമത്തത് നടന്നുകൊണ്ട് കുടിക്കരുത്. നോക്കിയത. നടന്ന് കൊണ്ട്, കൊണ്ട് ഉണ്ട, ശ്രദ്ധിക്കണ്ട. രണ്ടും പാടെ കൂടുമ്പോഴാണ് ഉണ്ട ആവുക. പിന്നെ
കുടിക്കരുത്. അവിടെ നമ്മൾ പ്രത്യേകമൊന്നുമില്ല. രാ രു അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നടന്നുകൊണ്ട് കുടിക്കരുത്. അങ്ങനെ 5 വാക്കുകളാണ് നോക്കി എഴുതാനുള്ളത്. ഇനി അടുത്തത് ഹർക്കത്തുകൾ നൽകാം. ഹർക്കത്തുകൾ എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസ്റുള്ളമൊക്കെ ഇട്ട് കൊടുക്കാനാണ്. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഇട്ട് കൊടുക്കണം. ആ വാക്കുകൾ നോക്കിയാൽ മനസ്സിലാകും അല്ലേ. അതിലിവിടെ അതിൻ്റെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാക്കുകൾക്ക് അകാരം, ഇകാരം, ഉകാരക്കട എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസ്റുള്ളമൊക്കെ ഇട്ട് കൊടുക്കാമെന്നർത്ഥം. ഒന്നാമത്തേത് എന്താണ്, അവിടെ ഇതന്നെയാണ് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓട്ടോറിക്ഷയാണ് അല്ലേ. ഓ, പിന്നെ ടോ, അടിയിൽ റീ, ഖ്, ഷ. അപ്പോൾ എന്തായി, ഓട്ടോറിക്ഷ എന്നായി. ഓട്ടോറിക്ഷ. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടെന്താണ്, രണ്ടാമത്തേത് ഡയറി എന്നാണ്. ഡയറി രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയറി സിമ്പിളാണ്. ഡയറി അതങ്ങനെ ഇടാം. അപ്പോൾ ഡയറി കഴിഞ്ഞു. മൂന്നാമത്തെ ഏതാണ്, മഞ്ഞളാണല്ലേ. മഞ്ഞ, മഞ്ഞൾ. ഇതാണ് മൂന്നാമത്തേത്. അപ്പോൾ അതും ചെയ്തു. ഈ നാലാമത്തേത് ലാസ്റ്റ് ഏലം ആണല്ലേ. ഏ നീട്ടാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഏലം. അതിതാ നാലാമത്തെ ഏലത്തിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വാക്കുകൾ. ഒന്ന് ഓട്ടോറിക്ഷ, പിന്നെ രണ്ടാമത്തേത് ഡയറി, മൂന്നാമത്തേത് മഞ്ഞൾ, നാലാമത്തേത് ഏലം. അപ്പോൾ ഇതങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അടുത്തത് 3. ഇവിടെ 4 നമ്പർ. അറബി മലയാള അക്ഷരമാക്കാം എന്നാണ്. അറബി മലയാള അക്ഷരമാക്കാനാണ്. ഓരോ അക്ഷരങ്ങൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഫസ്റ്റത്തേത് ഷ എന്നാണ് അല്ലേ. ഷ സാദാ ഷ ആണ്. ഇവിടെയാണ് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരിക. ഈ അക്ഷരം ഏതാണ്, ഇതാണത്. ഷ 3 പുള്ളിയാണെങ്കിൽ ഈ ഷ ആണ്. ഇനി അതിന് നമ്മൾ അറബി മലയാളത്തിലുള്ള ഈ ഷ ആക്കാം. അതിന് സിമ്പിളാണ്, പണിയൊന്നുമില്ല. അടിയിലൊരു പുള്ളിയും കൂടി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പം ഷ എന്നായി. ഇനി ഇവിടെ റ എന്നുണ്ട്. രണ്ടാമത്തേത് റ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അറബി മലയാളത്തിലെ ര എന്നാക്കാം. അടിയിലൊരു പുള്ളി എടുത്തിട്ട് ര. സിമ്പിളാണ്. റ എന്നുള്ളതിനെ എന്താക്കി, ര എന്നാക്കി. ഇനി മൂന്നാമത്തേത് എന്താണ്, ബ എന്നുള്ളതാണ്. ഇതാണത്. ഈ ബ ആണ്. അതിനെ നമുക്ക് പല കോലത്തിലും ആക്കാം, പല അക്ഷരങ്ങളും ആക്കാം. ഏറ്റവും എളുപ്പമുള്ളതെന്ന് ഞാൻ ആക്കുകയാണ്. ഒരു ഹ കൂട്ടി കൊടുത്താൽ എന്തായി, ഈ ഭ എന്നായി. ഇതാക്കാം. ഇനി അതല്ല വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. 3 പുള്ളി ഇവിടെ അടിയിലൊരു പുള്ളി ഉള്ളത് 3 പുള്ളി കൊടുക്കുകയാണെങ്കിൽ എന്തായി, പ എന്നായി. ഭ എന്നുള്ളത് പ എന്നായി. അപ്പം അങ്ങനെയൊക്കെ അറബി മലയാള അക്ഷരാക്കാം. ഇനി നാലാമത്തത് അറബി മലയാളത്തിൽ എഴുതാം എന്നാണ്. അറബി മലയാളത്തിൽ എഴുതാം. 2 മലയാള വാക്കുകളോട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പുസ്തകങ്ങളിലൊക്കെ അവസാനം ഇങ്ങനെ എല്ലാ പാഠത്തിലും ഉണ്ടല്ലോ ഇങ്ങനെ വർക്ക് ചെയ്യാൻ. ഒന്നാമത്തത് എന്താണ്, പായസം എന്നാണ്. പായസം. ഇനി പാ എന്നാദ്യം ഇത് 3 പുള്ളി ഇടണം. പിന്നെ പാ നീട്ടാൻ വേണം. പായ അടുത്തത് എഴുതി. പിന്നെ സ, പിന്നെ ഇപ്പോൾ പായസം എന്നായില്ലേ. പായസം സിമ്പിളാണ്. രണ്ടാമത്തേത് എന്താ, ലക്ഷ്യം വേണം എന്നാണ്. ല, ഖ്, പിന്നെ ഷ. അടിയിൽ ഈ ഷ ആണ്. അപ്പോൾ അടിയിൽ എന്ത് വേണം, അടിയിൽ ഒരു പുള്ളിയും കൂടി വേണം. പിന്നെ യ എന്നുണ്ടല്ലേ. ലക്ഷ്യ വേണ്ടല്ലോ, ക്ഷ്യ വേണമല്ലോ. അപ്പോൾ ലക്ഷ്യം. വേണം എന്നുള്ളതിന് വേ നീട്ടാൻ വേണ. പിന്നെ അപ്പോൾ വേണം എന്നായി. ലക്ഷ്യം വേണം. പായസം, ലക്ഷ്യം വേണം. പല വാക്കുകളും ഇഷ്ടം പോലെ വാക്കുകൾ, വാചകങ്ങളൊക്കെ പിന്നെ മലയാളം കൊടുത്തിട്ട് അറബി മലയാളമാക്കാൻ പുസ്തകത്തിലുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിങ്ങാണ്ട് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് എഴുതാം. ഇനി 5-മത്തേത് അവസാനത്തെ ആക്ടിവിറ്റി എന്താണ്, ദീർഘങ്ങൾ നൽകാം. നീട്ടാനുള്ള അക്ഷരങ്ങൾ നൽകാനാണ്. ഇവിടെ 2 വാക്കുകളാണുള്ളത്. അതിൽ ഒന്നാമത്തത് എന്താ, കെ എന്നുണ്ട്. പിന്നെ ഷം എന്നുണ്ട്.
ഇതെന്താണ്? കെ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ നീട്ടാൻ ഒരു യാ കൊടുത്താൽ കേ എന്നായി, കേശം എന്നായി. അപ്പോൾ ഒരു വാക്കായി മാറി. പിന്നെ ഇവിടെ മോ രണ്ടാമത്തത് മോ എന്നുണ്ട്, പിന്നെ ഹം എന്ന് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മോഹം എന്നാക്കണം. മോഹം എന്നുള്ളത് മോന്നാക്കണമെങ്കിൽ ഒരു വാവ് കൊടുത്താൽ മതി, മോഹം. അപ്പോൾ എകാരാണെങ്കിൽ എ ആണെങ്കിൽ അതിന് നീട്ടാൻ യാ കൊടുക്കുക, ഒകാരാണെങ്കിൽ ഓ എന്നുള്ളതാണെങ്കിൽ അതിന് നീട്ടാൻ വാവ് കൊടുക്കുക. അത് രണ്ടും മനസ്സിലാക്കുക. കേശം, മോഹം, ഈ രണ്ട് വാക്കുകളാണ് ഇവിടെ ദീർഘങ്ങൾ നൽകാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഉത്തരം എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.